Dear students, in the last class we got a general awareness about taxation, and today we are going to learn about income tax. What is income tax? Income tax is a tax levied on the income of a person. ഒരു പേഴ്സണിൻ്റെ ഇൻകത്തിന് മീതെ ചുമത്തുന്ന ടാക്സാണ് ഇൻകം ടാക്സ്. It is a tax levied by central government. Okay, it is a tax charged by the central government, not by the state government. Income tax is levied on every person whose taxable income for the previous financial year exceeds the minimum taxable limit. ഒരാളുടെ ആദായം വരുമാനം കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഒരു നിശ്ചിത പരിധി അധികരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരാളുടെ നികുതി വിധേയ വരുമാനം ഒരു നിശ്ചിത ലിമിറ്റ് കഴിയുന്ന സമയത്ത് അത്തരത്തിലുള്ള പേഴ്സൺസ് നിർബന്ധമായിട്ടും അടയ്ക്കേണ്ടി വരുന്ന ടാക്സാണ് ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് ഈസ് എൻ ഇമ്പോർട്ടൻ്റ് ഡയറക്റ്റ് ടാക്സ്. ഇവിടെ ടാക്സ് അടയ്ക്കേണ്ട ടാക്സ് പേയർ ഗവൺമെൻറ്റിലേക്ക് നേരിട്ടാണ് ടാക്സ് അടയ്ക്കേണ്ടത്. അതുകൊണ്ടാണ് ഇൻകം ടാക്സ് ഡയറക്റ്റ് ടാക്സ് ആണെന്ന് പറയുന്നത്. ഇൻകം ടാക്സ് ഈസ് ദി മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് സോഴ്സ് ഓഫ് റവന്യൂ ഓഫ് ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് വരുമാനം നേടിക്കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉറവിടം എന്ന് പറയുന്നത് ഇൻകം ടാക്സിലൂടെയാണ് ഗവൺമെൻറ്റിന് വലിയൊരു വരുമാനവും ലഭിക്കുന്നത്. Then let us see the history of income tax in India. In India, income tax was introduced for the first time in 1860 by Sir James Wilson in order to meet the losses incurred to the government on account of the first freedom struggle of 1857. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനുണ്ടായിട്ടുള്ള വലിയ ഒരു സാമ്പത്തിക നഷ്ടം അത് നികത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആദ്യമായിട്ട് ഇൻകം ടാക്സ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് 1860 സർ ജെയിംസ് വിൽസൺ എന്ന് പറയുന്ന ആളാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇൻകം ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ. In 1886 a separate income tax act was passed. തുടർന്ന് 86 മറ്റൊരു പ്രത്യേകമായിട്ടുള്ള ഇൻകം ടാക്സ് ആക്ട് നിയമം തന്നെ പാസ്സാക്കുകയാണ്. ആൻഡ് ഇൻ ദി ഇയർ 1918 എ ന്യൂ ഇൻകം ടാക്സ് ആക്ട് വാസ് പാസ്ഡ്. നേരത്തെ 1886 പാസ്സാക്കിയതിന് പുറമെ അതിന് ശേഷം പുതിയൊരു ഇൻകം ടാക്സ് ആക്ട് 1918 പാസ്സാക്കുന്നു. In the year 1922, another new income tax act was passed and it continued for a long period up to 1961. 1922 വീണ്ടും ഒരു പുതിയ ഇൻകം ടാക്സ് ആക്ട് പാസ്സാക്കുകയും അത് വലിയൊരു കാലയളവോളം നിലനിൽക്കുകയും 1961 വരെയുള്ള വലിയ 40 വർഷക്കാലത്തോളം അതേ ഇൻകം ടാക്സ് ആക്ട് തന്നെ നിലനിൽക്കുകയാണ്. Income Tax Act of 1922 had become very complicated on account of numerous amendments. അങ്ങനെ ആ 40 വർഷക്കാലയളവിൽ ഇൻകം ടാക്സ് ആക്ട് ഓഫ് 1922 നിരവധി തവണ ഭേദഗതികൾ വരുത്തി ആ ആക്ട് 1922 ഇൻകം ടാക്സ് ആക്ട് വളരെ ബൃഹത്തായ അല്ലെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നായി മാറുകയാണ്. ഓക്കെ, ആൻഡ് in 1956 തുടർന്ന് ഇന്ത്യ സ്വതന്ത്രയായ ശേഷം 1956 the government of India referred the complex nature of income tax to the Law Commission. The Law Commission submitted its report to the government in 1958. 56 ഈ ഒരു അവസ്ഥാവിശേഷം ഇൻകം ടാക്സ് ആക്ടിലുള്ള ഈ സങ്കീർണതകൾ, ആ ഒരു പ്രശ്നം ലോ കമ്മീഷന് വകുപ്പിന് അല്ലെങ്കിൽ നിയമവകുപ്പിൻ്റെ കീഴിലുള്ള ലോ കമ്മീഷന് വിടുകയും അങ്ങനെ ലോ കമ്മീഷൻ 58 ഒരു റിപ്പോർട്ട് ഗവൺമെൻറ്റിന് സമർപ്പിക്കുന്നു. ഇൻ ദി മീൻ ടൈം the government of India had appointed the Direct Taxes Administration Enquiry Committee
DTAEC to suggest measures to minimize the inconveniences to assessees. This committee submitted its report in 1959. ഇതേ സമയം തന്നെ ഈ ഒരു പ്രശ്നം ലോ കമ്മീഷന് ഗവൺമെൻറ് വിടുന്ന അതേ സമയത്ത് തന്നെ ഈ ഒരു വിഷയം പഠിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ നിയമിക്കുകയുണ്ടായി ഗവൺമെൻറ്. ആ കമ്മിറ്റിയുടെ പേരാണ് DTAEC എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ടാക്സസ് അഡ്മിനിസ്ട്രേഷൻ എൻക്വയറി കമ്മിറ്റി. ആ കമ്മിറ്റി ശരിയായ രീതിയിൽ ഈ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വരുന്ന ഇൻകം ടാക്സ് പേയേഴ്സ് അല്ലെങ്കിൽ അസസീസ് എന്നാണ് അവരെ വിളിക്കുക. ഇൻകം ടാക്സ് അസസീസിന് നേരിടുന്ന ഇൻകൺവീനിയൻസസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ DTAEC എന്ന കമ്മിറ്റിക്ക് രൂപം കൊടുത്തത്. ആ കമ്മിറ്റി 59 ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഗവൺമെൻറ്റിന് സമർപ്പിക്കുന്നു. Considering the reports submitted by the Law Commission and DTAEC and in consultation with the Ministry of Law, the Income Tax Act 1961 was passed. അങ്ങനെ ഞാൻ പറഞ്ഞു 1922 നിയമം 40 വർഷക്കാലത്തോളം 1961 വരെ നിലനിൽക്കുകയാണ്. അപ്പോൾ ആ കാലയളവിൽ ആ 1922 നിയമത്തിൽ വന്നിട്ടുള്ള സങ്കീർണതകളെപ്പറ്റി ലോ കമ്മീഷൻ പഠിച്ചു റിപ്പോർട്ട് കൊടുത്തു, DTAEC പഠിച്ചു റിപ്പോർട്ട് കൊടുത്തു. ഈ 2 റിപ്പോർട്ടുകളും കൃത്യമായ രീതിയിൽ വിശകലനം ചെയ്ത് നിയമ വകുപ്പിൻ്റെ ഉപദേശവും സ്വീകരിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് 1961 ഇൻകം ടാക്സ് ആക്ട് 1961 പാസ്സാക്കുന്നത്. ആ നിയമമാണ് ഇപ്പോഴും നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. 1962 നിയമം. ഇൻകം ടാക്സ് ആക്ട് 1961 came into force on 1st April 1962. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻകം ടാക്സ് ആക്ട് 1961 പാസ്സാക്കുന്നത് 1961 ഇൻകം ടാക്സ് ആക്ട് പാസ്സാകുന്നത് 1961 ദിസ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് നടപ്പിൽ വരുന്നത് എന്നു മുതലാണിത് ഈ നിയമം നടപ്പിലാക്കുന്നത്? 1st April 1962 മുതൽ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻകം ടാക്സ് ആക്ട് 1961 വാസ് പാസ്ഡ് ഇൻ ദി ഇയർ 1961 ബട്ട് ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 1st April 1962. 61 പാസ്സാക്കിയെങ്കിലും എന്നു മുതലാണ് അത് ഇന്ത്യയിൽ പ്രാവർത്തികമാകുന്നത്? 1962 ഏപ്രിൽ 1 മുതലാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. സിൻസ് 1962 ദി ഇൻകം ടാക്സ് ആക്ട് 1961 has been amended and re-amended widely. Therefore, it has become very complicated both for the tax administering authorities and the taxpayers. നമ്മൾ നേരത്തെ 1922 നിയമത്തെപ്പറ്റി പറഞ്ഞിരുന്നു. വളരെ കോംപ്ലിക്കേറ്റഡായി മാറി, ധാരാളം അമെൻമെൻ്റൊക്കെ വരുത്തിയിട്ട് 40 വർഷക്കാലയളവോളം. അതേപോലെ തന്നെ 1961 പാസ്സായി 1962 ഏപ്രിൽ 1 മുതൽ നടപ്പിലായി വരുന്ന ഇൻകം ടാക്സ് ഇന്നും ആ നിയമം തന്നെയാണ് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത്. ആ നിയമം ഇന്ന് 2021 ആകുന്ന സമയത്ത് ധാരാളം വർഷമായി. ഓക്കെ, അത്രയും കാലയളവിൽ ഓരോ വർഷവും ഭേദഗതി വരുത്തിക്കൊണ്ട് അമെൻമെൻറ്റ് വരുത്തി, അമെൻമെൻറ്റ് വരുത്തി, ഇപ്പം 1961 ഇൻകം ടാക്സ് ആക്ട് വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഉള്ളത്. ഓക്കെ, ഇന്ത്യയിൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹിസ്റ്ററിയുടെ വളരെ ബ്രീഫായിട്ടുള്ളൊരു ഹിസ്റ്ററിയാണ് അത്. നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. Then let us see the important components of income tax law in India. ഇന്ത്യയിൽ ഇൻകം ടാക്സ് ലോയിൻ്റെ പ്രധാന കോമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. There are 5 components. First one, the Income Tax Act 1961. ഒന്ന്, ഇൻകം ടാക്സ് ലോയുടെ ഒരു പ്രധാനപ്പെട്ട കോമ്പോണൻ്റ് എന്ന് പറയുന്ന 1961 ഇൻകം ടാക്സ് ആക്ട് തന്നെയാണ്. സെക്കൻഡ് കോമ്പോണൻ്റ് ഈസ് ദി ഇൻകം ടാക്സ് റൂൾസ് 1962. 1962 ഇൻകം ടാക്സ് റൂൾസ് ആണ്. ദിസ് ഇൻകം ടാക്സ് റൂൾസ് ഈസ് ഫ്രെയിംഡ് ആൻഡ് അമെൻഡഡ് ബൈ ദി സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് ഫ്രം ടൈം ടു ടൈം. അപ്പോൾ അപ്പെക്സ് ബോഡി, ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടുള്ള അപ്പെക്സ് ബോഡി എന്നറിയപ്പെടുന്ന സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് കാലാകാലങ്ങളിൽ സമയാസമയത്ത് അമെൻമെൻ്റൊക്കെ
വരുത്തുന്നത്. ഈ ഇൻകം ടാക്സ് റൂൾസിൽ അമെൻമെൻറ്റ് വരുത്തുന്നതിന് അധികാരപ്പെട്ട ബോഡിയാണ് ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് എന്ന് പറയുന്നത്. Then third component is the Finance Act passed by the Parliament every year. ഓരോ വർഷവും നമുക്കറിയാം ആദായ നികുതി നിരക്കിൽ മാറ്റം വരുന്നു എന്നൊക്കെ പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഓരോ വർഷവും. അപ്പോൾ ഗവൺമെൻറ് പാസ്സാക്കുന്ന ഈ നികുതി നിരക്കുകളെല്ലാം നിശ്ചയിക്കുന്നത് ഫിനാൻസ് ആക്റ്റിലാണ്. ഓരോ വർഷവും പാസ്സാക്കുന്ന ഫിനാൻസ് ആക്റ്റിലൂടെയാണ്. ആ ഫിനാൻസ് ആക്ട് നമ്മുടെ അതനുസരിച്ചാണ് ഓരോ നികുതിദായകനും ടാക്സൊക്കെ അടയ്ക്കുന്നത്. അപ്പോൾ ഇൻകം ടാക്സ് ലോയുടെ ഒരു പ്രധാനപ്പെട്ട കോമ്പോണൻറ്റ് തന്നെയാണ് ഓരോ വർഷവും ഗവൺമെൻറ് പാർലമെൻറ്റിൽ പാസ്സാക്കുന്ന ഫിനാൻസ് ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ഫോർത്ത് വൺ, ജഡ്ജ്മെൻറ്റ് ഓഫ് ദി കോർട്ട് ഓഫ് ലോ. ഈ ആക്റ്റുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് കോടതികൾ പുറപ്പെടുവിക്കുന്ന ചില വിധിന്യായങ്ങളുണ്ട്. ആ വിധിന്യായങ്ങളും ഇൻകം ടാക്സ് ലോയുടെ ഭാഗമാണ്. Fifth and last one, circulars, orders, notifications and executive instructions issued by the Income Tax Department from time to time. സമയാസമയങ്ങളിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പുറപ്പെടുവിക്കുന്ന സർക്കുലറുകൾ, ഓർഡറുകൾ, നോട്ടിഫിക്കേഷൻസ്, എക്സിക്യൂട്ടീവ് ഇൻസ്ട്രക്ഷൻസ് ഇതെല്ലാം ഇൻകം ടാക്സ് ലോയിൻ്റെ കോമ്പോണൻസ് ആണ്. ഈ 5 പ്രധാന കോമ്പോണൻസ് ആണ് ഇന്ത്യയിൽ ഇൻകം ടാക്സ് ലോയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കോമ്പോണൻസ് ആയിട്ട് ഓർക്കേണ്ടത്. ഓക്കെ. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞു കോമ്പോണൻസ് ഓഫ് ഇൻകം ടാക്സ് ലോ എന്ന് പറയുമ്പോൾ ഈ 5 എണ്ണമാണ്. ഇൻകം ടാക്സ് ആക്ട്, ഇൻകം ടാക്സ് റൂൾസ് ആരാണ് ഫ്രെയിം ചെയ്യുന്നത്? CBDT ആണ്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്. പിന്നെ ഫിനാൻസ് ആക്ട്, ജഡ്ജ്മെൻറ്റ് ഓഫ് കോർട്ട് ഓഫ് ലോ, സർക്കുലർ, ഓർഡർ, നോട്ടിഫിക്കേഷൻസ് എക്സെട്ര എന്ന് പറഞ്ഞു. ഇതിൽ ഫിനാൻസ് ആക്ട് എന്താണ് എന്ന് നമുക്കൊന്നുകൂടെ വ്യക്തമായിട്ട് നോക്കാം. ഫിനാൻസ് ആക്ട്, എവറി ഇയർ ദി ഫിനാൻസ് മിനിസ്റ്റർ പ്രസൻസ് ബജറ്റ് ഇൻ ദി പാർലമെൻറ്റ്. പാർലമെൻറ്റിൽ ധനകാര്യമന്ത്രി ബജറ്റ് പാസ്സാക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇറ്റ് ഈസ് അക്കമ്പനീഡ് ബൈ എ ഫിനാൻസ് ബിൽ. അതോടൊപ്പം ഫിനാൻസ് ബില്ല് കൂടെ പാസ്സാക്കാറുണ്ട്, പാർലമെൻറ്റിൽ അവതരിപ്പിക്കാറുണ്ട് ധനമന്ത്രി ഫിനാൻസ് ബിൽ. ദി ഫിനാൻസ് ബിൽ ഇൻക്ലൂഡ്സ് വേരിയസ് അമെൻമെൻറ്റ്സ് ടു ബി മെയ്ഡ് ഇൻ ഡിഫറെൻറ്റ് ഇക്കണോമിക് ലെജിസ്ലേഷൻ. പല നികുതി സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ ഫിനാൻസ് ബിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫിനാൻസ് ബില്ല് വെൻ ദി പാർലമെൻറ്റ് പാസസ് ദി ഫിനാൻസ് ബിൽ ആൻഡ് റിസീവ് ദി അസെൻറ്റ് അപ്രൂവൽ ഓഫ് ദി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ, ഇറ്റ് ബിക്കംസ് ഫിനാൻസ് ആക്ട്. അപ്പോൾ നികുതി നിരക്കുകളൊക്കെ നിശ്ചയിക്കുന്നത് ഈ ഫിനാൻസ് ബില്ലിലാണ് ഉണ്ടാവുക. ആ ഫിനാൻസ് ബില്ല് പാർലമെൻറ്റിൽ പാസ്സാക്കി അത് പ്രസിഡൻറ്റിൻ്റെ ഒരു അപ്രൂവൽ, അംഗീകാരം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അത് എന്തായി മാറും? ആ ഫിനാൻസ് ബില്ല് ഫിനാൻസ് ആക്റ്റായി മാറും. ഇൻകം ടാക്സ് ഈസ് ചാർജ്ഡ് അക്കോർഡിംഗ് ടു ദി റേറ്റ്സ് പ്രിസ്ക്രൈബ്ഡ് അണ്ടർ ദി ഫിനാൻസ് ആക്ട്. ആ ഫിനാൻസ് ബില്ലിൽ അല്ലെങ്കിൽ പാർലമെൻറ്റിൽ പാസ്സാക്കി പ്രസിഡൻറ്റ് ഒപ്പുവെച്ചിട്ടുള്ള ഫിനാൻസ് ബില്ലെന്ന് പറയുമ്പോൾ ഫിനാൻസ് ആക്ട്. ആ ഫിനാൻസ് ആക്റ്റിലാണ് ആക്റ്റിൽ സൂചിപ്പിച്ചിട്ടുള്ള റേറ്റിലാണ്, നിരക്കിലാണ് ഓരോ നികുതിദായകനും ഇൻകം ടാക്സ് അടയ്ക്കേണ്ടത്. ക്ലിയർ? അപ്പോൾ ഫിനാൻസ് ആക്ട് എന്താണെന്ന് ക്ലിയർ ആയല്ലോ. Then let us see what do you mean by or what about the income tax department. And the income tax department, the income tax department consists of number of Indian revenue service officers, Indian revenue service officers, IRS officers ഉൾക്കൊള്ളുന്നതാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. എന്തൊക്കെയാണ്, വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് ദിസ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്? ഫസ്റ്റ് വൺ, ടു കളക്ട് ടാക്സ് കളക്ട് ചെയ്യുക എന്നുള്ളത്. ടു ഡിറ്റക്ട് ആൻഡ് ചെക്ക് ദി ടാക്സ് ഇവാഷൻ, എവിടെയെങ്കിലും ടാക്സ് ഇവാഷൻ, ടാക്സ് അടയ്ക്കാതിരിക്കുന്നത് ഉണ്ടോ അത് കണ്ടുപിടിക്കുക, അത് കൺട്രോൾ ചെയ്യുക, അത് പ്രിവെൻറ്റ് ചെയ്യുക ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രധാന ഫങ്ഷനാണ്. ദെൻ ടു ഹെൽപ്പ് ദി ഗവൺമെൻറ് ഇൻ അച്ചീവിങ് സോഷ്യോ ഇക്കണോമിക് ഒബ്ജക്റ്റീവ്സ് ത്രൂ പ്ലാൻഡ് ടാക്സ് ലെജിസ്ലേഷൻ. അപ്പോൾ നികുതി പരിഷ്കാരങ്ങൾ, വളരെ ആസൂത്രിതമായിട്ടുള്ള നികുതി പരിഷ്കാരങ്ങളിലൂടെ ഗവൺമെൻറ്റിൻ്റെ സോഷ്യോ ഇക്കണോമിക് ഒബ്ജക്റ്റീവ്, സാമൂഹ്യ സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുകയാണ് ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രധാന
ഫങ്ഷൻ എന്ന് പറയുന്നത്. അത്തരത്തിലാണ് അവർ ഇൻകം ടാക്സ് റേറ്റും ഒക്കെ നിശ്ചയിക്കുന്നത്. ആൻഡ് ദി ഫോർത്ത് വൺ ഈസ് ടു അഡ്വൈസ് ദി പബ്ലിക് അബൌട്ട് ദെയർ റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഇൻ ക്രിയേറ്റിംഗ് ആൻ എൻവയോൺമെൻറ്റ് ഓഫ് മ്യൂച്വൽ ട്രസ്റ്റ് ബിറ്റ്വീൻ ദി ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ദി പബ്ലിക്. അപ്പോൾ പബ്ലിക്കിനും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനും ഇടയിൽ ഒരു പരസ്പര വിശ്വാസത്തിൻ്റേതായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ടാക്സ് അടയ്ക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും അവകാശമാണ്, അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടിയാണ് എന്നുള്ള കാര്യമൊക്കെ അവരെ ബോധവൽക്കരിക്കുക, അതിന് കൃത്യമായ അഡ്വൈസൊക്കെ നൽകുക എന്നുള്ളതും ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പ്രധാന ഫങ്ഷനാണ്. കൃത്യമായി ടാക്സ് അടച്ചു, രാജ്യത്തെ യഥാർത്ഥ പൗരനാകുക എന്നൊക്കെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരസ്യമൊക്കെ നമ്മൾ കാണാറുണ്ട്. അതൊക്കെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫങ്ഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഓക്കെ, then what is the Central Board of Direct Taxes or CBDT? The Central Board of Direct Tax is the apex body of the Income Tax Department. Income Tax Department in apex body ആരാണ്? CBDT ആണ്, Central Board of Direct Tax. It is the supreme authority and administrative head of the Income Tax Department. It functions as part of the Ministry of Finance of the Government of India. Finance Ministry, Government of Indiaയുടെ ധനകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഈ CBDT എന്ന് പറയുന്നത്. CBDT consists of one chairman and 6 members. The CBDT perform the following statutory functions. What are the important statutory functions of Central Board of Direct Taxes? First one, it has the power to assign jurisdiction to the authorities below. അപ്പോൾ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസിൻ്റെ കീഴിൽ വരുന്ന അതോറിറ്റീസ് ഏതൊക്കെയാണ്? ആ അതോറിറ്റിയുടെ അധികാര പരിധി നിശ്ചയിക്കുന്നത് CBDT ആണ്. ഓരോരുത്തരുടെയും അധികാരങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്. സെക്കൻഡ് വൺ, ഇറ്റ് ഹാസ് ദി പവർ ടു ഇഷ്യൂ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഓർഡേഴ്സ് ഫോർ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ടാക്സ് ലോസ്. ഇന്ത്യയിൽ ടാക്സ് ലോയിൻ്റെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇഷ്യൂ ചെയ്യാനുള്ള പവറുള്ള, ഓർഡറുകളൊക്കെ ഇഷ്യൂ ചെയ്യാനുള്ള പവറുള്ള അതോറിറ്റിയാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ്. And the third one is it has the power to make rules for carrying out the implementation of direct tax laws. Direct tax laws ഇന്ത്യയിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള റൂൾസ് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. ഇൻകം ടാക്സ് റൂൾസ് ഓഫ് 1962 അതൊക്കെ ശരിയായ രീതിയിൽ ഫ്രെയിം ചെയ്യാൻ അധികാരപ്പെട്ട ബോഡിയാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസുമായി ബന്ധപ്പെട്ട് ഞാനൊരു അസൈൻമെൻറ്റ് നിങ്ങൾക്ക് തരികയാണ്. അസൈൻമെൻറ്റ് എന്താണ്? ഹൂ ഈസ് ദി പ്രസൻറ്റ് ചെയർപേഴ്സൺ ഓഫ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ്? ഇപ്പോഴത്തെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസിൻ്റെ ഇപ്പോഴുള്ള കറൻറ്റ് ചെയർപേഴ്സൺ ആരാണ് എന്ന് നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കണ്ട് ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുമ്പായിട്ട് ഓരോ ആളും നിർബന്ധമായിട്ടും എനിക്കത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണം. ഓരോരുത്തരും അവർ ഷെയർ ചെയ്യേണ്ടതാണ് ഇതിൻ്റെ ആൻസർ ഏതാണ് എന്ന്. ഓക്കെ, then let us see the short title. Section 1, Income Tax Act 1961. ആ ആക്ട് പാസ്സായത് 1961 എന്നും ഇൻകം ടാക്സ് ആക്ട് നിലവിൽ വരുന്നത് 1962 ഏപ്രിൽ 1 നമ്മൾ പഠിച്ചു. ആ നിയമത്തിൻ്റെ ഒന്നാമത്തെ സെക്ഷൻ എന്താണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സെക്ഷൻ 1 എന്ന് പറയുന്നത് ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ് എന്നാണ് സെക്ഷൻ 1. Section 1 of the Income Tax Act 1961 deals with the short title extent and commencement. അതെന്താ വായിക്കുന്ന ആ ആക്ടിൽ എന്താ പറയുന്നത്? ഇറ്റ് റീഡ്സ് ആസ് ഫോളോസ്. 3 കാര്യങ്ങളാണ് ആ സെക്ഷൻ 1 പറയുന്നത്. എന്താണെന്നോ? ഒന്നാമത്, ദിസ് ആക്ട് മേ ബി കോൾഡ് ഇൻകം ടാക്സ് ആക്ട് 1961. എന്താണ്? ആ ആക്ടിൻ്റെ ഷോർട്ട് ടൈറ്റിലാണ്. ആ നിയമത്തിൻ്റെ പേരെന്താണെന്നാണ് ഒന്നാമത്തെ സെക്ഷനിൽ പറയുന്നത്. എന്താ? ഒന്നാമത്തെ സെക്ഷനിൽ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് എന്താ? ഈ നിയമം ഇൻകം ടാക്സ് ആക്ട് ഓഫ് 1961 എന്നാണ് അറിയപ്പെടുക. ഓക്കെ, മറ്റൊരു കാര്യം, ദിസ് ആക്ട് എക്സ്റ്റെൻഡ്സ് ടു ദി ഹോൾ ഓഫ് ഇന്ത്യ. ഈ നിയമം ഇന്ത്യയിൽ മുഴുവൻ അപ്ലിക്കബിൾ ആണ്, ഇന്ത്യക്ക് മുഴുവൻ ബാധകമായിട്ടുള്ളതാണ് ഈ നിയമം എന്നാണ് ഒന്നാമത്തെ സെക്ഷനിൽ പറയുന്ന രണ്ടാമത്തൊരു കാര്യം. മൂന്നാമത്തൊരു കാര്യം, ദിസ് ആക്ട് come into force on 1st April 1962. Income Tax Act 1961
എന്ന ഈ നിയമം നിലവിൽ വരിക 1962 ഫസ്റ്റ് ഏപ്രിൽ മുതലാണ് നടപ്പിലാവുക. ഈ 3 കാര്യങ്ങളാണ് സെക്ഷൻ 1 വ്യക്തമാക്കുന്നത്. സെക്ഷൻ 1 എന്താണ്? ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ്. ഷോർട്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ആക്ടിൻ്റെ പേര്, എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്കോപ്പ് എത്രത്തോളം, എവിടെയാണ്, അത് എത്ര ഇന്ത്യയിൽ മുഴുവൻ അതിൻ്റെ സ്കോപ്പാണ് സൂചിപ്പിക്കുന്നത്. ആൻഡ് തേർഡ് കമൻസ്മെൻറ്റ്, എന്ന് മുതലാണിത് തുടങ്ങുന്നത്, ആ നിയമം നടപ്പിൽ വരുന്നത്. ഈ 3 കാര്യങ്ങളാണ് സെക്ഷൻ 1 പറയുന്നത്. ഓക്കെ. ദെൻ ഡെഫിനിഷൻ ഓഫ് ബേസിക് ടേംസ് ഇൻ ഇൻകം ടാക്സ്. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട ബേസിക് ടേംസ് ആണ് തുടർന്ന് നമുക്ക് പഠിക്കാനുള്ളത്. സെക്ഷൻസ് 2 and 3 ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട് 1961 ഡീൽ വിത്ത് ഡെഫിനിഷൻസ് ഓഫ് ബേസിക് ടേംസ് ഓഫ് ഇൻകം ടാക്സ്. ഇൻകം ടാക്സിൻ്റെ ഈ ബേസിക് ടേംസ് ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത്, അതിൻ്റെ ഡെഫിനിഷനൊക്കെ കൊടുത്തിരിക്കുന്നത് ഇൻകം ടാക്സ് ആക്ട് 1961 സെക്ഷൻ 2, സെക്ഷൻ 3 എന്നീ 2 സെക്ഷൻസിലാണ്. പ്രധാനമായും ഏറ്റവും ബേസിക്കായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ചില ടേംസ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ ഡെഫിനിഷൻ എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഏതൊക്കെയാണ് പ്രധാനമായും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്? പേഴ്സൺ, ഞാൻ നിരവധി തവണ ഇൻകം ടാക്സിൻ്റെ തുടക്കത്തിൽ മുതൽ തന്നെ പറയുന്നു, പേഴ്സൺ എന്നിങ്ങനെ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. ഇൻകം ടാക്സ് ആക്റ്റുമായി ബന്ധപ്പെട്ട് എന്താ പേഴ്സൺ എന്ന് പറഞ്ഞാൽ കൃത്യമായ ഡെഫിനിഷൻ ആക്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ആ പേഴ്സൺ എന്താണെന്ന് അറിയണം. അസസി, അസസ്മെൻറ്റ് ഇയർ, പ്രീവിയസ് ഇയർ, ഇൻകം, ഗ്രോസ് ടോട്ടൽ ഇൻകം, കാഷ്വൽ ഇൻകം. ഏറ്റവും ബേസിക്കായിട്ട് ഈ ടേംസ് ഒക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത്. അത് നമുക്ക് 1 by 1 ആയിട്ട് അടുത്ത ക്ലാസ് മുതൽ പഠിച്ചു തുടങ്ങാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കും. ഓക്കെ, താങ്ക് യു.